മസ്തിഷ്ക മരണം വരികയാണ്. വിശേഷങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു നിരഞ്ജ്, ഡയറക്ടർ പ്രശാന്ത്, ദിവ്യപ്രഭ ആൻഡ് രജീഷ വിജയൻ. വെൽക്കം. ഇതുവരെ കാണാത്തൊരു സംഭവം നമ്മൾ കാണുന്നു, അതിന് ഒരുപാട് പുതുമ ആ ടീസറിൽ തന്നെ കൊണ്ടുവരുന്നു. കോമഡിയാണ്. ഡോക്ടർ മോഡിലോട്ട് പോയില്ലേ? അതൊക്കെ ഇവിടുന്ന് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെയല്ല, അല്ലല്ല ഞാൻ നല്ല രസമുണ്ട് ചെറുങ്ങനെ പാടിപ്പോയി. ഇത് അടിപൊളി. അപ്പൊ നമ്മുടെ സെറ്റില് ആ എനർജി നമുക്ക് കിട്ടുമ്പോ ആണ് അടിപൊളിയാണ്. എന്നാ ശരി, അടുത്ത നമുക്ക് ഇനിയും വിളിക്കാം. ബോറാണ് ഇത് പറയാനുള്ള ഒരു സ്പേസും ഈ ക്രിയേറ്റ്. നല്ല പടം കിട്ടിയത് അടിപൊളി പടം. പക്ഷെ അത് വരുമ്പോ നമുക്കത് നമ്മളത് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള സംഭവമുണ്ട്. എന്റെ അച്ഛൻ കാണുമ്പോ എന്റെ മോൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൽ നിന്ന് പറയുന്ന ഒരു പോയിന്റ് വരണം. കാരണം പുള്ളിക്ക് ഒരുപാട് അച്ചീവ് ചെയ്ത ആളാണ്. നമ്മളിപ്പോ നെപ്പോഗറ്റ്സ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സ്കില്ലില്ലെങ്കിൽ, ടാലന്റ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. ഒരു ഓഡിയൻസ് പ്രിവിലേജസ് ഉപയോഗിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാധനത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ, എല്ലാവർക്കും അങ്ങനെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് അടിക്കും. അടിക്കണം. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainment's മസ്തിഷ്ക മരണം വരികയാണ്. വിശേഷങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു നിരഞ്ജ്, ഡയറക്ടർ പ്രശാന്ത്, ദിവ്യപ്രഭ ആൻഡ് രജീഷ വിജയൻ. വെൽക്കം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം എന്താണെന്ന് പറയുക, ഞാൻ ഒരു ഫാന്റസി സിനിമയുടെ ആരാധകനാണ് ആക്ച്വലി. അപ്പോൾ ഈ ടീസർ കാണുന്ന സമയത്ത് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇതുവരെ കാണാത്തൊരു സംഭവം നമ്മൾ കാണുന്നു, അതിന് ഒരുപാട് പുതുമ ആ ടീസറിൽ തന്നെ കൊണ്ടുവരുന്നു. എസ്പെഷ്യലി ഇവർ രണ്ടാളുടെയും ക്യാരക്ടേഴ്സ്, നിരഞ്ജിന്റെ ക്യാരക്ടർ, ഇതെല്ലാം നിങ്ങൾ പോർട്രേ ചെയ്ത വിധം, ഇതെല്ലാം ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഈ ഒരു മസ്തിഷ്ക മരണം? ഇറ്റ്സ് എ സൈഫൈ കോമഡിയാണ്. ജോണർ സബ് ജോണറായിട്ട് സൈബർ പങ്ക് എന്ന് പറയും. ഒരു ഹ്യൂമറസ് പരിപാടിയാണ്, ഫുൾ എൻ്റർടൈൻമെൻറ്റ് കോമഡിയാണ്. വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഉള്ള സിനിമയാണ്. നമ്മളൊരു 2046 കൊച്ചിയെക്കുറിച്ചും കൊച്ചിയിലെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ പറയുന്ന സാധനമാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ എന്നാൽ ഭയങ്കര പ്രൊഫൗണ്ട് അല്ലാതെ ഭയങ്കര സില്ലി ആയിട്ടാണ് അതിനെക്കുറിച്ച് പ്രൊഫൗണ്ട് കാര്യങ്ങൾ പറയുന്നത്. അതാണ് സിനിമ. സോ നിരഞ്ജ് എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും പ്രശാന്ത് ഈ ഒരു കഥ ആദ്യം ആരാ പറയുന്നത് കേട്ടപ്പോ ആസ് ആൻ ആക്ടർ എന്താ തോന്നി? ആദ്യം നമ്മൾ ഈ 4 സംഘത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇരിക്കുന്ന സമയം, അത് ഒരു 2-3 months കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാത്തിനും എന്തിൻ്റെങ്കിലും ഒക്കെ ഒരു അവിടെ എന്തെങ്കിലും ഒരു നമുക്കൊരു എന്താ പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എന്തെങ്കിലും പറയും. ഇത് അങ്ങനല്ല, ഇത് ഭയങ്കര പുതിയ സാധനം, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതിന്റെ കൂടെ തമാശകളിലൂടെയാണ് ആ പടം പോകുന്നത്. ഒരു ആക്ടറിന് കിട്ടാവുന്നതിൽ ഏറ്റവും ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കൈക്കൊണ്ട് തരുമ്പം അല്ലെങ്കിൽ പറയുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ അതിന്റെ പുറകിലായിരുന്നു, നമ്മുടെ മനസ്സ് മൊത്തം അതിലായിരുന്നു. അതിന്റെ ഇപ്പോഴും മനസ്സ് അതിൽ തന്നെയാണ്. കാരണം അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സിനിമയാണ്. നമ്മുടെ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ അത് നമ്മൾ ലീവ് ഇറ്റ് ടു ദം. പക്ഷെ നമ്മുടെ ഇപ്പൊ ചെയ്ത് വെച്ചിരുന്ന സാധനത്തിൽ ലൈക്ക് വി ആർ റിയലി പ്രൗഡ്, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, യെസ്. ദിവ്യ, ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ്, എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഐ എം വെരി ഗ്ലാഡ് അബൌട്ട് ദാറ്റ്. ദിവ്യ, ശരിക്കും ഈ മസ്തിഷ്കം പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു അതിലൊരു വക്കീലായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര ഒരു ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അതുണ്ട്, ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ആ ക്യൂരിയോസിറ്റി ഉണ്ട്, പുതുതായിട്ട് കാണുന്നതിന്റെ ഒരു ത്രില്ലുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പ്രശാന്ത് ഇത് പറഞ്ഞപ്പോൾ? എന്ത് ടൈപ്പ് ഓഫ് റോളാണ് അത്? നമ്മളിലെ നടി എത്രത്തോളം ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് ഒരു റീസൺ പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഒന്നാമത് എനിക്ക് പ്രശാന്തിന്റെ ഒരു ഫിലിംസിന്റെ ഫാനാണ്. എനിക്ക് പ്രശാന്തിനോട് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും പീരീഡ് ഓഫ് ടൈം ആണെങ്കിലും അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ എന്റെ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇതിപ്പോ ഞാൻ ചെയ്തതെന്നല്ല, മൊത്തത്തിൽ എനിക്ക് ഫിലിംസില് മലയാളം ആണെങ്കിലും മൊത്തത്തില് സിനിമയിൽ അധികം കാണാത്ത തരം ക്യാരക്ടേഴ്സാണ് എന്റെ നല്ല എല്ലാം. അതുകൊണ്ട് അതൊരു വേറെ തന്നെ ഒരു തരം എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതൊരു പാർട്ടാവാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. പിന്നെ അതെങ്ങനെ ആ ക്യാരക്ടർ ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് പിന്നീട് പ്രശാന്തായിട്ട് നമ്മൾ സംസാരിച്ച് അവിടെ സെറ്റിലാണെങ്കിലും അതിന് മുമ്പ് സംസാരിച്ചിട്ടാണെങ്കിലും ഒക്കെ അത് നമ്മൾ ചെയ്തു. അതെ അതെ.
ശരിക്കും ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ ദിവ്യ? ഓവർ തിങ്കർ ആണോ? എല്ലാ കാര്യത്തിലൊന്നും ഇല്ല, ആ. ഡിപ്പെൻസ് ഓൺ ദ Situation. സിറ്റുവേഷൻ. Okay. എന്താണ് ഇല്ല, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പറ. ഇല്ല, പിന്നെ പറയാം. അത് ഞാൻ പിന്നെ പറയാം. അതിപ്പോ പറയാം. പെട്ടെന്നൊരു ഡോക്ടർ മോഡിലോട്ട് പോയില്ലേ? ഞാൻ തന്നെ ഞാൻ അത് ആലോചിച്ചോണ്ടിരിക്കും. ഇല്ല, എനിക്ക് ജസ്റ്റ് തോന്നി ഇങ്ങനെ ഇരുന്നപ്പോ ദിവ്യ എങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കുറേ ആലോചിക്കും. പറയാൻ- കഥ എഴുതാൻ പാകണ്ട? കഥ കഥ എഴുതാൻ പ്ലാൻ ഉണ്ടോന്നോ? ഞാൻ കഥ എഴുതുന്നുണ്ടല്ലോ, ആലോചിക്കാറുണ്ട്. ഒരുപാട് കഥകളൊക്കെ മനസ്സിൽ വരാറുണ്ട്. കൃഷാന്തനെ പോലെ ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടി ചിന്തിക്കാറുണ്ടോ? അതുപോലെ ഒരിക്കലും കൃഷാന്ത്. അല്ല, പക്ഷേ എനിക്കൊന്ന് ഫിലിം മേക്കിംഗ് ബോൺ ഉണ്ട്. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് അവർക്ക് അതിൻ്റെ ആ നാക്കുണ്ട്. എനിക്കൊന്ന് ഈ ടെക്നിക്കൽ എല്ലാവരെയും കൂടെ കൊണ്ടുവരുന്ന ഇതിൻ്റെ അകത്തൊരു മാനേജറിയൽ ഒരു പരിപാടിയുണ്ട്. അതാണ് ഈ ഫിലിം മേക്കിങ്ങിൻ്റെ ഏറ്റവും വേഴ്സാണ്. അത് ടഫായിരിക്കും. അത് ഫോർ ബാക്കി സ്കിൽ വൈസ് എല്ലാം ഉണ്ട്. അതിന് കറക്റ്റ് സമയം വരുമ്പോൾ അത് everything she'll be able to. Even I feel the same. അതാണ് ഞാനത് ചോദിച്ചത്. Okay, anyway, all the best. Yes, Rajisha, first of all, congratulations for Bison Kalamaran. Such a wonderful movie. About മസ്തിഷ്ക മരണം ഞാൻ ഇപ്പോൾ കണ്ടു. ഭയങ്കര എന്താ പറയുക, ഒരു അഴിച്ചു വിട്ടത്, നമ്മുടെ ഒരു ആക്ടറെ അഴിച്ചു വിടുക എന്ന് പറയില്ലേ, അത് കൃഷാന്ത് എത്രത്തോളം ചെയ്തിട്ടുണ്ട് രജിഷയിൽ? അഴിച്ചു വിട്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനിങ്ങനെ അഴിച്ചു വിട്ടതുപോലെ ഞാൻ പോയിട്ടില്ല. കാരണം ഡെഫിനറ്റ്ലി അണ്ടർ ഹിസ് ഗൈഡൻസ് ആണ്. കാരണം വിത്തൗട്ട് ആ ഗൈഡൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറേ അല്ല അത്. ടോട്ടലി പുള്ളിയുടെ എൻ്റെ ഡൗട്ട് പുള്ളിയുടെ വിഷൻ പുറത്ത് വരുന്നുണ്ടോ, അത് എന്നെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഡൗട്ട്സ് ആയിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ആയിട്ട്. കാരണം ഒന്നാമത് അങ്ങനത്തെ ഒരു വിഷനാണ്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. പുള്ളി അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും നമുക്ക് അതായത് നേരത്തെ നിരഞ്ജ് പറഞ്ഞ പോലെ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഭയങ്കര കിടിലനായിട്ട് ഉള്ളൊരു സ്ക്രിപ്റ്റുമാണ്. അപ്പം യു റിയലി വോണ്ട് ടു ഡു ജസ്റ്റിസ് ടു ദ സ്ക്രിപ്റ്റ്. അപ്പം എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ചെയ്യുന്നത് വല്ലതും വർക്കാവുന്നുണ്ടോ എന്നുള്ളതല്ലാതെ ഞാനങ്ങനെ അഴിച്ച് പോയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ തന്നെയാണ് വർക്ക് ചെയ്ത. അതുകൊണ്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് എനിക്കിതുവരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ പോട്ടെ, ഇങ്ങനത്തെ ഒരു സിനിമ ഇപ്പം നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഞാൻ ഒരു ലാംഗ്വേജിൽ ഇപ്പം ഞാൻ നമ്മൾ തമിഴിൽ പോകുമ്പോഴാണെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പാരഞ്ജിത്ത് സാറിനെ നമ്മളുടെ ടീച്ചർ കാണിച്ചു, അല്ലെങ്കിൽ ബോംബെയിൽ പോകുമ്പോൾ ഹൻസൽ മൾട്ടിപ്പിൾ പീപ്പിൾ ഐ എം ഷോയിങ് ആ ടീച്ചർ. കാരണം ഞാൻ ഈ സിനിമയെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ പലരെയും കാണിക്കുമ്പോൾ അവരൊക്കെ ഓ മൈ ഗോഡ് അവർ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തോട്ടിനെ അവർ ഭയങ്കരമായിട്ട്. പലരും ഈ സിനിമ മേടിച്ചോട്ടെ എന്ന് വരെ ചോദിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കര അഭിമാനം, അതെ കൊടുക്കൂല, പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. കാരണം അവരൊക്കെ അപ്പോഴും പറഞ്ഞു മലയാളം ഇൻഡസ്ട്രീസ് ചേർണിങ് ഔട്ട് ഇത്രയും കിടിലനായിട്ടുള്ള സബ്ജക്ട്സ് മലയാളം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലോക ഇസ് ദ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ ഫിലിം കൺട്രി അല്ലേ. അപ്പൊ അതൊക്കെ ഇവിടുന്ന് വരുന്നു എന്ന് പറയുന്നത് ആ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡി എനിക്കുണ്ട്. ഞാൻ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുള്ളൊരു സാധനം അല്ലേ. നമ്മളൊക്കെ വേറെ ലാംഗ്വേജിൽ പോകുമ്പോൾ നമുക്കതുണ്ട്. ഇപ്പം ഈ സിനിമ സ്പെഷ്യലി മസ്തിഷ്ക വർണ്ണം കാണിക്കുമ്പം ആ റെസ്പോൺസസ് മാറ്റേഴ്സ്. കാരണം ആ കാണുന്നതിലൊരു സബ് ടൈറ്റിൽ പോലും ഇല്ല. ലൈക്ക് ഇവർക്കൊന്നും ഡയലോഗ്സ് പോലും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറയാം, ഡയലോഗ് കേൾക്കാതെ ഒരു സിനിമയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ വിഷ്വലിൻ്റെ അതിൻ്റെ ഒരു ബലം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 2046 സിനിമ എന്ന് പറഞ്ഞിട്ട് പലരും വിചാരിക്കും നമുക്ക് മനസ്സിലാവാത്ത ടേംസ് ആയിരിക്കും ഇത്. സൈബർ പങ്ക്, ഫ്രാങ്കിൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ ഭയങ്കര ഇന്റലക്ച്വൽ സാധനം തോന്നുന്നു. അല്ല, ഒട്ടുമല്ല. അങ്ങനെയല്ല ഞാൻ പറയണേ. ഇതിന് ഭാഷ അങ്ങനെ ഒട്ടും, ഇതിന്റെ വിഷ്വൽ അതാണ്. അല്ല, ഞാൻ കൃഷാന്തിന്റെ ഒരു ഭയങ്കര ജീനിയസ് മൂവ് എന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ കുറച്ച് പറഞ്ഞല്ലോ ഭയങ്കര അല്ലല്ല ഞാൻ അല്ല ഞാൻ പറയാം ഇതിന്റെ ഒരു ജീനിയസ് മൂവ് എന്ന് പറഞ്ഞാൽ ഈ പടം ലിറ്ററലി നമ്മള് ഇതൊരു ഡയലോഗ്സ് ഹ്യൂമർ ഉള്ള പടമാണ് എങ്കിൽ പോലും ഇതിന്റെ വിഷ്വൽ ലാംഗ്വേജ് ഭയങ്കര സ്ട്രോങ്. അതായത് ഇത് ആർക്ക് വേണമെങ്കിലും, ഇതൊരു 80 വയസ്സുള്ള ഒരാൾക്ക് വേണമെങ്കിൽ പോലും ഈ സിനിമ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. മൈ പോയിന്റ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ എ വേ ദാറ്റ് ഇതിപ്പോൾ 46 നമ്മൾ സംസാരിക്കുന്ന എല്ലാം ഈ ഒരു ജെൻ ആൽഫ സ്ലാങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. നമ്മൾ ഭയങ്കരമായിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇത് ആണ്ടുകൾക്ക് മുന്നേയും സംഭവിച്ച പല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനെ ഒരു ഫ്രഷ്
സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി മൈ പോയിന്റ് ഇസ് എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഫിലിം, എനിബഡി ക്യാൻ എൻജോയ് ദിസ് ഫിലിം റിഗാർഡ്ലെസ് ഓഫ് പ്രായം, ജെൻഡർ, ഒന്നും ഇതിലൊരു ഫാക്ടർ ആവുന്നില്ല എന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കാരണം അൾട്ടിമേറ്റ്ലി സിനിമ സംസാരിക്കുന്ന ടോപ്പിക് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഐ ട്രൂലി വാണ്ട് ദിസ് ടോപ്പിക് ടു ഗെറ്റ് ഇൻ ടു എല്ലാവരുടെ അടുത്തേക്ക് ഇത് എത്തണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്തായാലും എത്തും, അതിനുള്ള സാധനം ഉണ്ട്. അല്ലാതെ ഇത് അതേ അല്ലാതൊന്നും ചെറുങ്ങനെ പാടിപ്പോയി. ഞാൻ ഓക്കെ, ശരിക്കും ഒരു പുതിയ കാര്യം എല്ലാവരോടും കൂടിയിട്ട് പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന്, കാണുന്ന ആൾക്കാർക്ക് ഒരു പുതുമ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിഭീകരമായ ജഡ്ജ്മെന്റിൽ നമ്മൾ വിധേയരാകും. കാരണം എന്ന് വെച്ചാൽ അതുവരെ സങ്കടം വന്നാൽ നമ്മൾ കരയും നമ്മൾ പഠിച്ചിട്ടുള്ളത്. സങ്കടം വന്നാൽ ചിരിക്കുന്ന ഒരാൾ കാണിക്കുമ്പോൾ രണ്ട് റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എയ്തർ വണ്ടർഫുൾ, അത് പിന്നെ ഒന്ന് നേരെ അടിച്ചു തരാത്ത ഒരു ആവറേജ് പരിപാടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് പുതുമ എന്ന് പറയുന്നത്. സോ ഇത്രത്തോളം ആലോചനകളൊക്കെ മനസ്സിലുണ്ടോ ഈ ഇത് ഒരുക്കുമ്പോഴും ഈ കഥകൾ ആലോചിക്കുമ്പോഴും പുതുമ കൊടുക്കുമ്പോഴും ഒക്കെ? ഞാൻ സ്കെപ്റ്റിക്കലി ലൈക്ക് ഞാൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോ വെച്ചിട്ട് പ്ലാൻ ചെയ്തത്. അപ്പം വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഇത് ഗുഡാണ്. അത് ഓൾറെഡി വേഴ്സ്റ്റ് കേസ് സിനാരിയോ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംബഡി ഹാസ് ടു കീപ്പ് ഓൺ ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ്. മാത്രമല്ല ഇങ്ങനത്തെ ഇച്ചിരി ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ വേറൊരാൾ അതിനെക്കാട്ടും 4 സ്റ്റെപ്പ് എടുക്കും. അങ്ങനെ അത് ആർട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ആവുന്ന അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ലൈക്ക് യു ഷുഡ് നോട്ട് ആക്ച്വലി കംപ്ലീറ്റ്ലി ജഡ്ജ് ഹൗ പീപ്പിൾ ആർ ഗോയിങ് ടു കൺസ്യൂം യുവർ ഫുഡ് എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ചാൽ എക്സാക്ട്ലി എല്ലാവരും കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരാൾക്ക് പുളി കൂടുതൽ, ഒരാൾക്ക് മധുരം കൂടുതൽ, അങ്ങനെ നമ്മളെല്ലാവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര മെൻ്റലി ഹരാസ്ഡ് ആവുന്നതാണ്. അതിനെക്കാട്ടും ഓവറോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ബോധറിയില്ല. ഓക്കെ, നമ്മൾ ഈ ഡയറക്ടർ ജയരാജ് സാറിനൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന വെർസറ്റാലിറ്റിയെ പറ്റി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഡയറക്ഷനിൽ തന്നെ ഇപ്പോൾ പ്രിയൻ സാറിൻ്റെ ഒരു ഫ്രെയിം കാണുമ്പോൾ ഓൾമോസ്റ്റ് മലയാളികൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ഫ്രം പ്രിയൻ സാർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആസ് എ ഡയറക്ടർ സാറിന് എന്ത് ടൈപ്പ് ഓഫ് ഈ പറയുന്ന സിഗ്നേച്ചർ ഐറ്റംസ് ചെയ്യാനാണോ അതോ വെർസറ്റാലിറ്റി അതിൽ കൊണ്ടുവരാനാണോ ആഗ്രഹിക്കുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ഡയറക്ടറാണ് സാർ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡയറക്ടർ ആവാനാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരാമ്പോൾ എന്താണ് സാറിൻ്റെ ഉദ്ദേശം? ഞാൻ എന്ന് വെച്ചാൽ കുറേ കാലം ഈ ബിസിനസ് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ലൈക്ക് ഐ വോണ്ട് ടു ഡു ദിസ് ബിസിനസ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അത് മാത്രമേ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുള്ളൂ. മറ്റേത് ദൈവം സഹായിച്ച് അത് വരുന്നുണ്ട്. ഈ ബിസിനസ് നിൽക്കുന്നത് മാത്രമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അപ്പോൾ പ്രിയൻ സർ വാസ് ഇൻ ബിസിനസ് ഫോർ ഹൗ മെനി ഇയേഴ്സ്. അപ്പോൾ വെൻ യു ആർ ഇൻ ബിസിനസ് ഫോർ എ ലോങ് ടൈം യു ഗെറ്റ് ടു മേക്ക് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ആ ആർട്ട് ഫോമുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കാൻ വേണം. മിക്കവാറും ഫിലിം മേക്കേഴ്സിന് പറ്റാത്തതും അതാണ്. ദി മേക്ക് 1 ഫിലിം or 2 ഫിലിം ആൻഡ് ദെൻ ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ഇങ്ങനെ വന്നിട്ട് അവസാനം അത് ഉണ്ടാക്കാൻ പറ്റാതെ ഒരു ബ്രില്യൻ്റ് ആയിരിക്കും. കാരണം ഇതൊരു വർക്കിംഗ് ആർട്ട് പ്രാക്ടീസിങ് മീഡിയ ആയതുകൊണ്ട് ഇതൊരു 10 ചെയ്താലേ ചിലപ്പം 11ാമത്തത് ഭയങ്കര ക്രേസി ആവത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഈ 11ാമത്തെ അല്ലേ ഇത് അല്ല ഇത് ലൈക്ക് ഐ ആം സോ പ്രൗഡ് ഓഫ് ദിസ് ഫിലിം. അയ്യോ പറയാൻ പറ്റില്ല. കൃഷിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് അറിയാം, ജനറലി ഐ ഹവ് നോട്ടിസ്ഡ് പീപ്പിൾ നമുക്ക് നമ്മളുടെ സാധനം അടിപൊളിയാന്ന് പറയാൻ നമുക്കൊരു ഒരു സാധനം ഉണ്ടല്ലോ, ഓക്കെ ആയിരിക്കും ബാക്കിയുള്ളവർ. ബട്ട് ഹീസ് സോ അല്ല, ഹീസ് വെരി ജെനുവിൻ. ലൈക്ക് എളിമയൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല, എളിമ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് അത് അറിയത്തില്ല. അപ്പം ഈസ് ലൈക്ക് മാൻ ഇത് അടിപൊളി. അപ്പൊ നമ്മൾ സെറ്റില് ആ എനർജി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആണ് അടിപൊളിയാണ് എന്നാ ശരി അടുത്ത നമുക്ക് ഇനിയും വിളിക്കാം. അപ്പൊ ആ എന്താ പറയാ ഒരു അത്ര അടിപൊളി ഒരു ഫുട്ബോൾ കോച്ച് നമ്മൾ പറയാം. അപ്പോൾ എന്നാൽ ശരി നമുക്ക് സോ ദാറ്റ് ഇസ് ദെയർ. സോ വെൻ ഹീസ് പക്ഷേ അറ്റ് ദ സെയിം ടൈം കൊള്ളൂലെങ്കിൽ മുഖത്ത് നോക്കി ബോറാണ് എന്ന് പറയാനുള്ള ഒരു സ്പേസും ഹി ക്രിയേറ്റ്സ്. അപ്പം ഈ പടത്തിനെ കുറിച്ച് അദ്ദേഹം ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അതാണ് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. എല്ലാവരുടെ കണ്ണിലത് കാണാട്ടോ. കാരണം ഈ ടീച്ചർ കണ്ട എന്റെ എക്സൈറ്റ്മെന്റ് ഇല്ലേ അത് ഞാൻ ഷെയർ ചെയ്തില്ലേ, അതുപോലെ ഇതിന്റെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലൊക്കെ ആ ഒരു സംഭവം ഉണ്ട്. ഇത് അടിക്കും അടിക്കട്ടെ. നിരഞ്ജ് ശരിക്കും നിരഞ്ജ് പറഞ്ഞ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. നിരഞ്ജ് എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ നെപ്പോസ് എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് നെപ്പോ എന്നുള്ളത്. ഓ മൈ ഗോഡ്, ഇങ്ങനെ എന്നെ കൊണ്ട് അതിനെങ്കിലും പറ്റുന്നില്ല. ഓ ഗ്രാഫിക്സിലാ ഷർട്ടിൽ ഇപ്പൊ. ഓക്കെ, എഡിറ്റിംഗ് ടേബിൾ ശ്രദ്ധിക്കാം. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം.
ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ ബ്രോ, ഇത് ശരിക്കും എന്താ പറയുക, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ പറയുന്നവന്മാരുടെ മുമ്പിൽ ആസ് എ സ്കിൽഡ് പേഴ്സൺ എനിക്കിത് തെളിയിക്കണം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് മസ്തിഷ്കം പറഞ്ഞ് തരുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഫ്യൂവലും ഒക്കെ ഇങ്ങനെയുള്ള എന്താ പറയാ. പിന്നെ ഇതൊരു വേറെ കാര്യമുണ്ട്, നമ്മള് കുറെ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ഇൻഡസ്ട്രി മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയോട് കയറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുറത്തുള്ള, എനിക്കറിയാം, ഞാൻ റീലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. അതെങ്ങനെ വരും, എങ്ങനെ എപ്പോൾ വരും എന്നുള്ള നമ്മൾ അതിനൊരു ടൈം, നമ്മൾ ഒന്നും ഇതിനൊരു പ്രോപ്പർ പ്ലാനിങ് എന്ന സംഭവമില്ല. ചില ആൾക്കാർക്ക് ലൈക്ക് ഇനിഷ്യലി തന്നെ കിട്ടി അങ്ങനെ പോകുന്നവരുണ്ട്. നമ്മൾ ആ സമയത്ത് ഇരുന്നായിരിക്കും നമുക്കൊരു നല്ല പടം കിട്ടിയത്, അടിപൊളി പടം. പക്ഷെ അത് വരുമ്പോൾ നമ്മളത് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള സംഭവമുണ്ട്. അപ്പം എനിക്ക് ഞാൻ കൃഷ്ണൻ അടുത്ത് ആവാസ വ്യൂഹം എന്ന് പറഞ്ഞ പടം കണ്ട് ഞെട്ടിക്കിടുങ്ങി. ഞാൻ അന്നോട്ട് ചോദിച്ചു അവസാനം എന്നെ 4 സംഘത്തിലിട്ടു. അപ്പൊ 4 സംഘം കഴിഞ്ഞപ്പോ എനിക്ക് അതിൽ നിന്ന് കുറെ ആൾക്കാർക്ക് നല്ല രീതിയിൽ അഭിപ്രായം വന്നു. പക്ഷെ എന്നാലും മസ്തിഷ്കം പറഞ്ഞ ഞെട്ടിച്ചത്, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നെ മാറ്റുന്നതിന് മുമ്പ് ഈ പടം ഓണാവണേ. അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് നടന്നു. അത് ആ പറഞ്ഞതിന് പക്ഷെ ആ പടം ഇപ്പം ഈ ലെവലിൽ അത് ഞാൻ സിനിമ കുറച്ച് വെച്ച് പീസ് അവിടെ ഇവിടെയൊക്കെ കണ്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താ പറയാ. അപ്പം എനിക്ക് എന്റെ അച്ഛൻ കാണുമ്പോ എന്റെ മോൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്ന് പറയുന്നൊരു പോയിന്റ് വരണമല്ലോ. കാരണം പുള്ളിയൊക്കെ ഒരുപാട് അച്ചീവ് ചെയ്ത ആളാണല്ലോ. പിന്നെ ഈ ടാഗും കൂടെ ഉണ്ട്. അപ്പൊ ഈ ടാഗിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അതിന്റെ പ്രിവിലേജസ് ഉപയോഗിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാധനത്തിലൂടെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ, എല്ലാവർക്കും അങ്ങനെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ആൾക്കാരെ വെറുപ്പിക്കാതെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന കണ്ടന്റിന്റെ ഒക്കെ ഭാഗമായി അങ്ങനെ പോകണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. ഇല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഈവൻ നെപ്പോസ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കിടക്കരുത്. ഓക്കെ, നമ്മൾ ഇന്നിപ്പോ നെപ്പോകിറ്റ്സ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സ്കില്ലില്ലെങ്കിൽ, ടാലന്റ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. ഒരു ഓഡിയൻസ് See, basically ഇത് ultimately this is also a business, right? ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ വിൽക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്ന അവര് ഒരു certain amount of money, ഒരു certain amount of time അവരുടെ ലൈഫ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ വരും. അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആസ് എ കൺസ്യൂമർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ വീണ്ടും ആ പ്രോഡക്റ്റ് മേടിക്കത്തുള്ളൂ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നില്ല ആരും ഒരു വിട്ടുവീഴ്ച, ഒരാളുടെ മകനോ അല്ലെ മകളോ അല്ലെങ്കിൽ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഒരു ലെവറേജ് ശരിയാ. നമുക്ക് ചിലപ്പം ആദ്യത്തെ മീറ്റിംഗ്സ് കിട്ടാൻ, ഒരു ഡോർസ് ഓപ്പൺ ചെയ്യാൻ, ഇതൊക്കെ ചിലപ്പം ഈസിയർ ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്തില്ലെങ്കിൽ, ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തില്ലെങ്കിൽ നമ്മളത് ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അത് നെപ്പോ അല്ലാത്തവരും ലാസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ ലൈക്ക് ഹൂ യുവർ ഫാദർ ഇസ്. നമ്മൾ അൾട്ടിമേറ്റ്ലി സസ്റ്റെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി. നമ്മൾ പറയില്ലേ, വർഷങ്ങൾ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമുക്ക് ശമ്പളം കൂടും, പ്രൊമോഷൻ വരും, നമ്മളുടെ പെൻഷൻ, നമ്മളെന്താ പറയുക, പ്രൊവിഡന്റ് ഫണ്ട് കൂടും. ഇതൊന്നും കൂടാതെ നമ്മൾ വർഷങ്ങൾ കഴിയുന്നവർ ഇനി നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താ പറയുക സെൻസ് ഓഫ് ഫിയറും കൂടെ. ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രത്യേകതയാണ് ഒരു ആക്ടർ, ഫോർ എക്സാമ്പിൾ ഒരു ആക്ടർ ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ ഭാഗമായ ഒരു ആക്ടർ ഒരു വർഷം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിനെ ഫീൽഡിലോട്ടെന്നേ വിളിക്കുന്നുള്ളൂ. അത് പുള്ളിക്ക് മറ്റേ ഒരു സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ അല്ലാതെ മാറിയെന്ന് പുള്ളി ഫീൽഡിലോട്ടല്ലേ. പക്ഷെ നമ്മള് അതെങ്ങനെ പുള്ളിയുടെ എല്ലാ പടം വെയിറ്റല്ലേ നമ്മൾ വിചാരിക്കും. ഇത് ഈ മുഗൾ സാമ്രാജ്യം പോലെ നമ്മൾ ആക്ടർമാരെ കണ്ട് ഷാജഹാൻ കഴിഞ്ഞിട്ട് ഔറംഗസീബ്, ഷാജഹാനെക്കാട്ടും വലുതായിട്ടിരിക്കണം. ഇത് വന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ, ഇവരുടെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ 16mm ഫിലിം എടുക്കുന്നത്, 20 days ഫിലിം തീർക്കുന്നത്, 10 lakhs to 15 lakhs ബിസിനസ് നടക്കുന്നതൊക്കെയാണ് അന്നത്തെ ഒരു ഇത്. ഇൻഫ്ലേഷൻ വെച്ച് നോക്കിയാലും നമ്മൾ അതിനെക്കാട്ടും വൈഡ് സ്ക്രീൻസിലും അതിനെക്കാട്ടും സ്കെയിലും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ആക്ടർ കനോട്ട് മേക്ക് മോർ ദാൻ 4 films. ഒരു ഫുൾ റോളിൽ ഒരു 4 film ഒക്കെ അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ ഈ കാലഘട്ടവും മാറി. അപ്പോൾ ഇത് നേരെ നമുക്കങ്ങ് ഔറംഗസീബ് ആവാൻ പറ്റൂല, അതിൽ ഷാജഹാൻ ആവാൻ പറ്റത്തില്ല. ഏരിയ ചേഞ്ച്. അപ്പം അങ്ങനത്തെ ആസ്പിറേഷൻസ് നെപ്പോസ് വച്ച് കഴിഞ്ഞാൽ പാടാണെന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഡിസ്കവർ ചെയ്യുന്ന ഒരു കൾച്ചറിൽ വരുന്ന പോലെ അല്ലല്ലോ സിനിമ.
ആർക്കും വേണ്ടാത്തൊരു പീരീഡിൽ സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്ന ഒരു സാധനം. പിന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ തിയേറ്ററിൽ പോകുമ്പം ഒരു ചിലപ്പോൾ എന്താ പറയുക ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ഡെയിലി ലൈഫിൻ്റെ മാറ്റി വയ്ക്കുന്ന ഒരു സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയമാണ് തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ഞാനൊക്കെ പടങ്ങൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പോയി കാണും. ഞാൻ അത്ര എൻജോയ് ചെയ്യുന്ന അങ്ങനെ പടങ്ങളെ പോയി എല്ലാ പടങ്ങളും കാണും. റിവ്യൂസ് നോക്കിയിട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ മറ്റേ ഭയങ്കര എക്സ്പീരിയൻസ് കൊടുക്കുന്ന പടങ്ങൾ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ്. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴേ എക്സൈറ്റ്മെന്റ് ആണ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്നാണ് കേട്ടത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പം അതൊരു നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇപ്പം ലോകയാണെങ്കിലും ഏത് പടമാണെങ്കിലും ഇപ്പം എക്കോ ആണെങ്കിലും എന്ത് കണ്ടാലും നമ്മളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് തരുന്നത്. അപ്പം അങ്ങനെ ഒരു പടത്തിൻ്റെ എക്സ്പീരിയൻസ് തരാൻ ഉള്ള എല്ലാ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സന്തോഷം. അതാണ് ഭയങ്കര പോസ്റ്റ് കോവിഡ് വന്നൊരു സംഭവം അത്. നമ്മള് കാരണം ഭയങ്കരമായിട്ട് നമ്മൾ OTT-യിലോട്ട് നമ്മളെ കയ്യിൽ സിനിമ ഉണ്ടല്ലോ, ലൈക്ക് ഇൻ ദ സെൻസ് ഇപ്പൊ TV, ടാബ്, ഫോൺ. അപ്പൊ നമുക്ക് അപ്പം ജനറലി എനിക്കൊന്ന് പ്രേക്ഷകരുടെ ഉള്ളിൽ ഇത് വേണേ നമുക്ക് വീട്ടിൽ കാണാമല്ലോ, ഞാൻ എന്തിനീ എഫേർട്ട് എടുത്ത്. കാരണം തിയേറ്ററിൽ പോവാന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ പൈസ മാത്രമല്ല, പോവാൻ വരാനുള്ള ചെലവ്, ഭക്ഷണം, ഒരു ഫാമിലിക്ക് മൾട്ടിപ്ലക്സിൽ 2000 പോകുമ്പോ അപ്പൊ തിയേറ്ററിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഇൻ റിട്ടേൺ മോർ ദാൻ ജസ്റ്റ് സിനിമ, നമുക്ക് ഇൻ റിട്ടേൺ വേറെ കുറെ എന്താ പറയാ എക്സ്പീരിയൻസസും ഡോപ്പമിൻ എഫക്ട് എല്ലാം നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതാണ് നേരത്തെ നിരഞ്ജൻ നൈസായിട്ട് ഞാൻ റൂട്ട് മാറ്റിയെന്ന് അല്ല, കാരണം ആദ്യം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് നമ്മളൊക്കെ പയ്യെ അങ്ങനെ മാറി തുടങ്ങി. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഫിലിം മേക്കിങ്ങും പയ്യെ അങ്ങനെ അപ്പൊ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ തിയേറ്ററിലോട്ട് വരുമ്പോ ഓഡിയൻസിനുള്ള എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാം എനിക്ക് തോന്നുന്നു കൃഷാന്ത് ഇതില് ഇൻട്രീഗ്, ഫിയർ, ഗ്രാൻഡ്നെസ് എന്നൊക്കെ പറയുന്ന ഫീലിങ്സ് മാത്രമേ ഇപ്പൊ തിയേറ്റർ വഴി വിറ്റ് പോകത്തുള്ളൂ. അല്ലാതെ സോഫ്റ്റ് ഫീലിങ്സ് ഉണ്ടല്ലോ, അതായത് റിലേഷൻഷിപ്പിൻ്റെ കോർ ഫീലിങ്സ് അങ്ങനെയുള്ളതൊക്കെ ഇറ്റ്സ് വെരി റെയർ ദാറ്റ് ദോസ് ഫിലിംസ് ആർ വർക്കിംഗ് ഇൻ തിയേറ്റർ റൈറ്റ് നൗ. അപ്പോൾ അത് ഗ്ലോബലി കോവിഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സാഡ് പാർട്ടിലെത്തി. വേർ ദ സ്വീറ്റ് സ്മോൾ ഫിലിംസ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് സ്മോൾ ഫിലിംസ് തന്നെ വലിയ ആൾക്കാർ അഭിനയിക്കുന്ന ഏതായാലും വെരി സിമ്പിൾ ഫാദർ സൺ റിലേഷൻ, ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നമുക്കത് ഇപ്പോൾ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാധനത്തിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ, അങ്ങനത്തെ സാധനങ്ങൾ വർക്ക് ചെയ്യാൻ. പക്ഷെ അതിനോട് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ റീൽസ് അല്ലേ, ഇൻസ്റ്റാഗ്രാം റീൽസ് എത്രത്തോളം ബ്രെയിൻ ഫോഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് അല്ല അതല്ല ഞാൻ ജനറലി പറഞ്ഞ ആളുകൾ അറ്റൻഷൻ സ്പാൻ ഇല്ലേ, അത് എത്രത്തോളം ആളുകൾക്ക് പെട്ടെന്ന് കിട്ടണമല്ലോ, പ്ലഷർ പെട്ടെന്ന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീനിൽ തന്നെ നമ്മളൊന്ന് ലാഗ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് സ്റ്റോറി ടെല്ലിങ്ങിന് കുറച്ച് സമയം എടുത്താൽ തന്നെ ആളുകൾ അതിലേക്ക് വൈപ്പ് ഔട്ട് ചെയ്യുന്നൊരു സംഭവം തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. ഇപ്പൊ തന്നെ മറ്റേ ഈ സ്ട്രേഞ്ചർ തിങ്സ് ഇറങ്ങിയപ്പോൾ അതിന്റെ ഇടയിൽ ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ ഇടയ്ക്ക് മറ്റേ കഥയിൽ മറ്റേ ഒരാൾ എക്സ്പ്ലനേഷനിലോട്ട് പോയില്ല. അപ്പൊ കുറെ റീൽസ് കൊണ്ടുണ്ടായ ഒരു പ്രോബ്ലം ആയിട്ട് പഴയ ജുറാസിക് പാർക്കിൽ ഡൈനോസർ വരുമ്പോഴത്തേക്ക് 25 മിനിറ്റ് എടുക്കും. ഇപ്പൊ 25 മിനിറ്റില് ഗാരത്ത് എഡ്വേർഡ്സിന്റെ പുതിയ ജുറാസിക് പാർക്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഡൈനോസർ നമ്മൾ പിറക്കിയിരിക്കുന്നത്. അപ്പൊ ഇയാൾ ഹി സ്റ്റിൽ ടേക്കിംഗ് ടൈം. അച്ഛനും മോളും ഒക്കെ സംസാരിക്കുന്നുണ്ട്, കുറെ നേരം ബോട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണണ്ട, നമുക്ക് ഈ സാധനം എന്ന് പറയുമ്പോൾ ബേളം വെച്ചിട്ട് പോയാൽ മതി. ചുറ്റും ആൽഗോറിതംസും മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ദിവസം വയ്യാണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോണൊന്ന് മാറ്റി വെച്ചായിരുന്നു. എന്റെ ദൈവം എന്തോരം സമയം, അതായത് ലൈഫിൽ എന്തൊക്കെ ചെയ്യാം. അപ്പം അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് ആൻഡ് എല്ലാരും ഉണ്ടാക്കുന്ന കണ്ടന്റ് ഇസ് ഓൾസോ സോ ഗുഡ്, ഇറ്റ്സ് സോ ഫണി ദാറ്റ് നമ്മൾ ഇതിരുന്ന് ഇങ്ങനെ, പക്ഷെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നവൻ ചിലപ്പോൾ ജോലി ചെയ്തു കഴിഞ്ഞു, പഠിക്കുന്ന ആൾ പഠിച്ചു കഴിഞ്ഞു എന്നല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയോ ഒരു പുസ്തകം വായിക്കുകയോ ഒരു ഫ്രണ്ടിന് നേരിട്ട് കാണാൻ പോവോ, എവിടെ ഒരു കാഫേ പോയാൽ നമ്മൾ നോക്കിയാൽ കാഫേയിൽ കാണാൻ വന്നത് രണ്ടുപേരും ഫോണിലായിരിക്കും. ആ സത്യമാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ ഡ്രോ കമ്പാരിസൺസ് ഓൾസോ അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യം. നമ്മൾ അത് കാണുമ്പോൾ ഇവരെല്ലാം ഭയങ്കര ഓവർ അച്ചീവേഴ്സ് ആണല്ലോ, നമ്മൾ കാണുന്ന റീൽസിൽ കാണുന്നവരെല്ലാം 7 മണിയുടെ വർക്കൗട്ട്. നമ്മൾ 7 മണിക്ക് എണീറ്റിട്ട് പോലും അതാണ്. പിന്നെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, ലംബോർഗിനി വാങ്ങിച്ചു, അയ്യോ എന്റെ ലംബോർഗിനി ഇവിടെ, എനിക്ക് ഓട്ടോക്ക് പോകാൻ പൈസ ഇല്ലല്ലോ. അങ്ങനെ ഗുഡ് മാത്രമല്ലേ ഷോക്കേസ് ചെയ്യുന്നത്. അതാണ് മറ്റേ ബ്രൈറ്റ് സൈഡ്, പോസിറ്റീവ് സൈഡ് കണ്ടിട്ട്. പിന്നെ ചിലർ ഫുൾ ടൈം ട്രാവലിംഗ്,
രജിഷ കഴിഞ്ഞ വർഷം 3 വർഷം പല രാജ്യങ്ങളിലാണ് പോയത്. അത് പോട്ടെ, ഇപ്പൊ പറഞ്ഞു. ഇനി അടുത്ത 5 വർഷത്തിൽ എനിക്ക് എവിടെയും പോകാൻ പറ്റും തോന്നില്ല. അങ്ങനെ ആ രീതിയിൽ ഞാൻ ആക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഫുൾ ടൈം 24/7 ട്രാവൽ ചെയ്യുന്നവരല്ലായിരിക്കും ആൾക്കാര്. അത് കാണുമ്പോ നമ്മൾ എന്തിനു വീട്ടിൽ ഇരിക്കുന്നു, ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞാൽ റെഡി ആയിട്ടിരിക്കും. ആരും വിഷമം ഇടുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. കാണണ്ട ആർക്കും വിഷമം. അല്ല, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു അൺറിയലിസ്റ്റിക് ലോകത്തിലോട്ട് പോകുന്ന ഒരു സെൽഫി ആയിട്ട് വിഷമം കരയുന്ന റീൽസ് ഉണ്ട് എനിക്ക്. അത് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഇവിടെ മാറി നിന്ന് കരയുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തു, അവൻ ടോക്സിക് ആയിരുന്നു എന്നൊക്കെ പറയുന്ന ശരിയുടെ കരയുന്നത് എടുക്കാൻ ഒരു സമയമുണ്ട്. റീൽസ് ഓണാക്കി വെച്ചിട്ട് അപ്പൊ കരഞ്ഞോണ്ടായിരിക്കും ഓണാക്കിയത്. സെയിം ക്വസ്റ്റ്യൻ ആയി ആ സംഭവം. ഓക്കെ, ദിവ്യ എന്താണ് ദിവ്യ മിണ്ടാണ്ടിരിക്കണം? എന്ത് പറ്റി ദിവ്യ? നേരത്തെ പറഞ്ഞു ഓവർതിങ്കറാകും, അത് വല്ല ആവശ്യമുണ്ടോ? അപ്പം പോയതാ നേരത്തെ. ഓ, കേട്ടോണ്ടിരിക്കുന്നു. ശരിക്കും ദിവ്യയെ പറ്റി പറയുകയാണെങ്കിൽ, ദിവ്യ നമ്മള് കല നമ്മളെ കണ്ടെത്തും, കലയെ നമ്മളും കണ്ടെത്താറുണ്ട്. ശരിക്കും കല കണ്ടെത്തിയ ഒരാളാണ് ദിവ്യ. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ലൈഫിലേക്ക് വന്നതാണ് സിനിമ. കല അവിടെ ഉണ്ട്. ആരാണ് ഈ കല? എത്രത്തോളം ആഗ്രഹിച്ച് കിട്ടിയ അല്ലെങ്കിൽ ആഗ്രഹിച്ച് നേടിയ ഒന്നും അല്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. സോ ഇപ്പോ ഒരു ആഗ്രഹിക്കാതെ നേടിയ ഒരു വലിയ നേട്ടമാണ്. സോ ഇപ്പൊ ഇതിനെ പോളിഷ് ചെയ്യാൻ എടുക്കുന്ന എഫർട്ട് എത്രത്തോളാണ്, അല്ലെങ്കിൽ ബീങ് എ ബെറ്റർ ആക്ടർ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതിപ്പോ ഓരോന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്കിപ്പം, ഞാൻ അറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു ഫുൾ ലെങ്ത് ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് അറിയത് ഈ പ്രിപ്പറേഷൻ എന്താണെന്നൊക്കെ. എല്ലാരും പറയുന്നു പ്രിപ്പ് ചെയ്യുന്നു, അത് എന്താന്നൊക്കെ അറിഞ്ഞത് അറിയിപ്പിനാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അറിയിപ്പ് കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്യുമ്പോഴാണ് അത് പോരാ, ഇങ്ങനെയും കൂടെ ആലോചിക്കണം. അതിങ്ങനെ ബ്രാഞ്ചസ് പോലെ എല്ലാം ഏതൊക്കെ സൈഡ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ലെവലൊക്കെ പിന്നെയും ബെറ്റർ ആയിക്കൊണ്ട് വരുന്നു, ബെറ്റർ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാൻ അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. ബേസ്മെന്റ് ആയിട്ട് എപ്പോഴും ഒരു പ്രിപ്പറേഷൻ വേണം. സീരിയസ് ആയി പോകുന്നുണ്ടോ? ഞാൻ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. ഓ, ഐ എം സോ ഹാപ്പി. എനിക്കത് ഭയങ്കര എൻ്റെ ഒരു മൊമെന്റ് ആണ് ഈ സിനിമയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൈഡിൽ ഇടയ്ക്കുന്ന സമാധാനമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും രജിഷ ഈസ് പ്രിപ്പയറിംഗ് ഹർ ഡയലോഗ്സ് ഇൻ വൺ കോർണർ, ദിവ്യ ആൻഡ് അഗസ്ത്യ ദേ ആർ പ്രിപ്പയറിംഗ് ദെയർ തിങ്സ്. ഇവർ എല്ലാവരും അവരവരുടെ ബോക്സസിൽ ഇരുന്നിട്ട്, അത് നോട്ട് ഇൻ എ ബാഡ് വേ, എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ റൈറ്റ് ചെയ്തൊരു സാധനത്തിന് എവറിബഡി ഈസ് ഇൻവെസ്റ്റിംഗ്. ജഗദീഷ് സാറും നീരജും കൂടെ വേറെ സൈഡിൽ ഇത് ചെയ്യുന്നു, സിനിമാറ്റോഗ്രാഫർ എന്ന് വെച്ചാൽ എവറിബഡി ഹാസ് ടു കം ടുഗെദർ സോ ദാറ്റ് ദിസ് വർക്ക്സ് സോ വെൽ. അപ്പം എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കുറവാണ്. കാരണം എല്ലാവരും മിക്കവാറും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് യൂഷ്വലി നമ്മൾ കാണുന്നത് പല ഇതിലും. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോഴത്തേക്കും എവറിബഡി ഈസ് ഹാർഡ് വർക്കിംഗ് ഓൺ ദെയർ ടെക്സ്റ്റ്, ദെയർ മെറ്റീരിയൽ. എൻ്റെ എനിക്ക് ബൗൺസ് വരുന്നുണ്ട്, ഇതിങ്ങനെ പറയാമോ, ഇത് പറഞ്ഞൂടെ. അപ്പം എനിക്കും ഇത് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഐ ഹാവ് ടു കോൺഷ്യസ്ലി ജസ്റ്റ് പ്രിറ്റൻഡ് ദാറ്റ് ഐ നോ ദിസ് മെറ്റീരിയൽ മോർ. അപ്പം ഞാൻ അത് അങ്ങനെ പറഞ്ഞോളൂ എന്നുണ്ട്. പിന്നെ ഞാൻ കുറേ കാലം എന്നിട്ട് ഞാൻ അത് പറയും. ഞാൻ കുറച്ചും പോയി പറഞ്ഞില്ലേ, എന്താ സംഭവം ഇതിനകത്തൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ പോസിബിലിറ്റീസ് കുറയുമ്പോഴാണ് എനിക്ക് കുഴപ്പമില്ല, കുറെ പോസിബിലിറ്റീസ്. അപ്പൊ അതിനകത്ത് ഏത് ഫിക്സ് ചെയ്യണമെന്നും എവിടെ നമ്മൾ നിക്കണം എന്നുള്ളതുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ അഴിച്ചു വിടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് സിനിമ കാണുമ്പം നമുക്ക് തോന്നുമായിരിക്കും ക്യാരക്ടേഴ്സ് ഒക്കെ അഴിച്ചു വിട്ട്, പക്ഷെ അതിനകത്തൊരു ഒതുക്കം വേണമല്ലോ. അപ്പൊ അത് നമുക്കിങ്ങനെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് സംഭവം. കൺട്രോൾഡ് കെയോസ് ആണ്. ചുമ്മാ അങ്ങ് വിട്ടാ ഇത് ഈ പടം പുള്ളി എന്ത് ചെയ്യും? സിനിമ എന്ന് പറയുമ്പോ പിന്നെ എന്താണെന്നറിയോ, ഇത് കണ്ടു ഇത്രയും പേര് അഭിനയിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാരും ഉള്ള സീൻസും ഉണ്ട്, കുറെ പേരുള്ള സീൻസും ഉണ്ട്. അപ്പം 26 ആർട്ടിസ്റ്റ് ഒക്കെ ഒത്ത് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് വെയിറ്റേജ് ഉള്ള സീൻസ് ഒക്കെ അല്ല, എന്നുവെച്ചാൽ 26 പേരും തോന്നിയ പോലെ ഓടിപ്പോ എന്തോ അത് പറ്റില്ലല്ലോ. അപ്പം പക്ഷെ 26 ക്യാരക്ടേഴ്സിനെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് അവരെ പ്ലേസ് ചെയ്ത് അവിടുന്ന് എല്ലാവരുടെ അടുത്തൊന്നും ആ ഔട്ട്പുട്ടും പുറത്തെടുത്ത് ഇത് എന്നിട്ടും നമ്മൾ 2046 പ്ലേസ് ചെയ്ത് എന്നിട്ടും ഇപ്പൊ കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പം
തല കുറെ പുകഞ്ഞിട്ടുണ്ടോ? നന്നായി. എല്ലാവരും കോൺട്രിബ്യൂഷൻ അങ്ങോട്ടും ബൗൺസ് ചെയ്ത് ഒരു പോയിന്റിലെത്തും. അതൊരു സ്ക്രിപ്റ്റ് ലോക്കിന് ശേഷമുള്ള കാര്യമില്ല. ഞാൻ അതിന് മുമ്പുള്ള ഒരു കാര്യം ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ മലയാള സിനിമയിൽ ഞാൻ ഗന്ധർവൻ, ഗുരു, ഇവൻ ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ലോക പോലെയുള്ള മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ നിന്നും ഒന്ന് അപ്പുറത്തേക്ക് മാറി നിന്ന് അല്ലെങ്കിൽ ഒന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് എഴുതുക എന്നുള്ളത് എത്രത്തോളം കഠിനമാണ്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ വെല്ലുവിളികൾ എത്രത്തോളം? എനിക്ക് അറിഞ്ഞൂടാ മാൻ. ശരിക്കും ഈ ലോയ് സാറൊക്കെ പറയും പോലെ കൈ പിടിച്ചെഴുതിക്കുന്നത് ഇതൊന്നും വെല്ലുവിളി അല്ല. അല്ലല്ല, അങ്ങനെ അല്ല. ഇതിന് ആൾക്കാർ എങ്ങനെ കൺസ്യൂം ചെയ്യും എന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. അല്ലാതെ ലൈക്ക് നമ്മൾ ഈ റൈറ്റിങ്ങിൻ്റെ എല്ലാം ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ആവുകയാണല്ലോ. നമ്മൾ ഇന്ന് 2046 ഒരു കഥ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ അല്ല, this story, when you watch the film you will know that why this is in 2046. അതിന്റെ കോർ കോൺസെപ്റ്റ് അവിടെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അങ്ങ് പോകുന്നതാണ്. പക്ഷെ ലോകത്ത് ആരുടെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഭയങ്കര മൈനോറിറ്റിയുടെ തലയിൽ മാത്രം പോകുന്ന ചില ഐഡിയാസ് ഉണ്ടല്ലോ, അത് കൃഷാന്തിന്റെ ബ്രെയിനിൽ വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ വി ഡോണ്ട് നോ, പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ തിങ്സ് ഹി റീഡ്സ് അല്ലെങ്കിൽ ദ ആർട്ട് ഹീസ് കൺസ്യൂമിങ് അല്ലേ. അത് കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഞാൻ എത്ര ആലോചിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നമുക്കൊന്നും വരുന്നില്ല. അല്ല, പക്ഷേ ഇന്നത്തെ മെറ്റീരിയൽസ് സിമിലർ മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ ഇതിന് നമ്മുടെ എൻവയോൺമെന്റിലെ നമ്മളിപ്പോൾ ട്രോയ് കണ്ടു, പക്ഷെ നമ്മുടെ എൻവയോൺമെന്റിലോട്ട് ഈ ട്രോയ് എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത് അതിന് പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി ദയർ. പക്ഷേ ഇന്നിപ്പോ എന്റെ അടുത്ത് സെക്കൻഡ് പാർട്ടിന്റെ ഒരു ഐഡിയ കൂടെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഞെട്ടി. അതെ അല്ല, ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു സെക്കൻഡ് പാർട്ട് എപ്പോഴും അതിനുള്ള ഒരു ലോക വേൾഡ് ക്രിയേറ്റീവില്ലേ. പിന്നെ ഞാൻ വേറെ ആലോചിക്കട്ടെ, ഇപ്പൊ ഒരു ഇതേപോലത്തെ തലക്ക് വെട്ടുള്ള ഒരു കഥ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വേറൊരാൾ കുറച്ച് നല്ല നോർമൽ കഥകൾ പറയുന്നതാണ് എനിക്ക് ഫിലിം മേക്കിങ്ങിന് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന എല്ലാം ടൈം ലൂപ്സ്, ടൈം ജംപ്സ്, സൈഫൈ കില്ലേഴ്സ്, പിന്നെ ഇങ്ങനത്തെ എനിക്ക് വരുന്നുള്ളൂ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട്. എനിക്കല്ലാതെ അത് എൻ്റെ ഉണ്ട്, എനിക്ക് അങ്ങനെ അല്ലാതെ മനസ്സിലല്ലേ. അതല്ലാതെ എനിക്ക് അതെ മറ്റേത് എനിക്ക് നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് സാധനം. കാരണം ഇപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമാസ് ഭയങ്കര എക്സോട്ടിക് ആയി. മലയാളി ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമാസ് പീപ്പിൾ ലുക്ക് അറ്റ് നോർഡിക് നുവാർ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കൽക്കട്ടയിലെ ബംഗാളി സിനിമ എന്നൊക്കെ പറയുന്നത് മലയാളി ക്രൈം ത്രില്ലർ എന്ന് പറയുന്നതൊക്കെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ നല്ല ക്രൈം ത്രില്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് ചെയ്യാനൊക്കെ ഇത് മറ്റേതൊക്കെ എൻ്റെ ഉണ്ട്. എൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എൻ്റെ ചുറ്റുവട്ടം. ഓക്കെ, ഓക്കെ. സോ എന്തായാലും ടൈം കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം എന്നുള്ള നിങ്ങളുടെ സിനിമ എന്തായാലും വൻ വിജയമാവട്ടെ. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അത് കണ്ടപ്പോൾ, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ക്യൂരിയസ് ആണ് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.